जब तक आप सब लोग मिलकर सड़कों पे नहीं उतरोगे तब तक ये सिस्टम नहीं बदलने वाले। सुबह 9 बजे जंतर मंतर पर है इंडिया का पहला जेनजी प्रोटेस्ट होने जा रहा है। ഇന്ത്യയിലെ കംപ്ലീറ്റ് സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടിയിട്ട് വന്ന ഒരു പാർട്ടിയുടെ നേതാവാണ്. സ്വന്തം അഴിമതി കൊണ്ട് അകത്തായി പോയൊരു നേതാവാണ്. ഡൽഹിയിലാണ് ആദ്യമായിട്ട് ഭരണം കിട്ടിയത്. അവിടുന്ന് ജനങ്ങൾ തൂത്തെറിഞ്ഞ ഒരു നേതാവാണ്. പഞ്ചാബിൽ മാത്രം ഇപ്പോൾ ഭരണം ഉള്ളൊരു നേതാവാണ്. റോഡിലേക്ക്, തെരുവിലേക്ക് ഇന്നത്തെ യൂത്ത് ഇറങ്ങുക. നിങ്ങളിറങ്ങി പ്രക്ഷോഭം, ജൻസി പ്രക്ഷോഭം ഉണ്ടാക്കാൻ വിദേശത്തിരുന്നും ഈ രാജ്യത്തിരുന്നും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തിയുടെ ഭാഗമാണിവർ. അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു സ്റ്റേറ്റാണല്ലോ പഞ്ചാബ്. പഞ്ചാബിലെ യൂത്ത്, വിദ്യാഭ്യാസമുള്ള യൂത്ത്, അവർ തെരുവിലിറങ്ങിയപ്പോൾ നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തിയത് താനല്ലടോ. എന്നിട്ട് മറ്റുള്ള സ്റ്റേറ്റിലുള്ള വിദ്യാഭ്യാസമുള്ള യുവാക്കളെ, അതല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തോടൊക്കെയുള്ള ചെറിയ ഫ്രസ്ട്രേഷനുള്ള, ജോലി കിട്ടാത്തതുള്ള ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരെ ജോലി തേടി കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടാതെ, പുതിയ തൊഴിലവസരങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ആവശ്യപ്പെടാതെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ അനുയായിയെ അമേരിക്കയിലിരുത്തി പണിയെടുപ്പിച്ച് നാട്ടിലെ AAPയുടെ യൂത്ത് വിങ്ങായിട്ട് കോക്രോച്ചിനെ കൊണ്ടുവന്ന തന്നെയൊക്കെ നിന്റെയൊക്കെ ബുദ്ധി, അണ്ണാ ഹസാരെ, അതായത് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ജയിച്ചതുപോലെ അണ്ണാ ഹസാരെ മുൻനിർത്തി അധികാരത്തിൽ വന്ന താൻ ഇനി ഇവന്മാരെ മുൻനിർത്തി പ്രധാനമന്ത്രിയാവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് അപ്പുറത്ത് നിൽക്കുന്ന ബോധമുള്ള ഒരു ജൻസി തലമുറ പിന്നീടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇവന്റെയൊക്കെ വാക്ക് കേട്ട് അടികൊള്ളാൻ പോകുന്ന നേതാക്കളുടെ തൊഴിൽ അന്വേഷിക്കാതെ നടക്കുന്ന യുവാക്കളോട് ഒന്നേ പറയുള്ളൂ, ഒരുത്തനും തൊഴിൽ കൊണ്ടൊന്ന് കൈ തരത്തില്ല. അവനവൻ്റെ തൊഴിൽ അവനവൻ കണ്ടുപിടിക്കണം. വളയം പിടിക്കാനായാലും, മീൻ പിടിക്കാനായാലും, IT മേഖലയായാലും, ഡോക്ടറായാലും, എഞ്ചിനീയർ, ഇതൊക്കെ അവനവൻ പഠിച്ച് കണ്ടെത്തണം. അല്ലാതെ ആരും കയ്യിൽ കൊണ്ട് തരത്തില്ല. ഈ വിവരമില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് നേതാക്കന്മാർ അവിടെ ഇരുന്നുകൊണ്ട് പലതും കാണിക്കും. ശീഷ് മഹളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത് അരവിന്ദ് കെജ്രിവാൾ അഴിമതിരഹിതനായിരുന്നു. സാധാ പാൻറ്, സാധാ ഷർട്ട്, സാധാ ചെരുപ്പ്. പക്ഷെ വീട്ടിനുള്ളിലോ നിങ്ങളെല്ലാം കണ്ടതാണ്. സത്യം പുറത്തു വന്നതാണ്. അവർക്കൊന്നും അങ്ങനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഒരുത്തൻ ജൻസി പ്രക്ഷോഭത്തിന് പോയിട്ട് തല ഇറങ്ങി വീണു. വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് തല ഇറങ്ങി വീണു. അമേരിക്കയിലിരുന്ന് നിങ്ങളിറങ്ങൂ എന്ന് പറഞ്ഞാൽ അവന് പ്രക്ഷോഭം നടത്താനുള്ള സമയം കൊടുത്തു. അവിടെ ചെന്ന് 1 മണിക്കൂർ നിൽക്കുന്നവിടെ തല ഇറങ്ങി വീണു. അവന്റെ പേരാണ് അഭിജിത്ത് ദീപ്കെ. അവനാണ് നമ്മുടെ കോക്രോച്ച് പാർട്ടിയുടെ നേതാവ്. വേറൊരുത്തിന് അവിടെ ഇരുന്ന് കോൾഡ് കോഫി കുടിക്കുന്നു. സാധാ കോഫി അല്ല, കോൾഡ് കോഫി. അതിന്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇന്നത്തെ ജൻസിക്ക് കോൾഡ് കോഫി കുടിക്കുന്നു. അത് വീശി കൊടുക്കാൻ വീട്ടിൽ നിന്ന് തൊഴിലാളിയും കൂടെ കൊണ്ടാവുന്നത്. യവനൊക്കെ വേണ്ടി തെരുവിലിറങ്ങുന്നതോട് ഒന്നേ പറയാനുള്ളത്, അടി കിട്ടുമ്പം, ചന്തി പൊളിയുമ്പം അസഹിഷ്ണുത എന്ന് പറയരുത്.